എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ കോക്ടെയിൽ അധ്യായത്തിലേക്ക് സാദരം സ്വാഗതം. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷമാണ് പ്രതിപക്ഷം. കോൺഗ്രസും ബി.ജെ.പിയുമാണല്ലോ ഈ പ്രതിപക്ഷം. ഇണങ്ങിയും പിണങ്ങിയും ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് അവരങ്ങനെ നിൽപ്പാണ്. സർക്കാരിൻ്റെ 1-ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം മനസ്സിലായത്. വാർഷിക ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും തീരുമാനിക്കുന്നു. ഒരുമയോടെ രാത്രി ഒന്നിച്ചിരുന്ന് സമരം ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ തമ്മിൽ തല്ലി എല്ലാം കുളമാക്കുന്നു. എന്തായാലും ഭയങ്കര ബുദ്ധിയായിപ്പോയി. രാത്രിയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നവർ പകൽ എങ്ങനെയാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നതെന്ന് മനസ്സിലാവുന്നില്ല. യുവമോർച്ചയാണെങ്കിൽ ഇത്തരം സമരങ്ങളിൽ സംഘർഷം ഉണ്ടാക്കുകയും പിറ്റേന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുകയും ഒക്കെ ഒരു സാധാരണ കാര്യം മാത്രമാണല്ലോ. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ കൂടി കൂട്ടി ഒരു സംഘർഷ നാടകം ഉണ്ടാക്കിയതാണോ? അത് പറയാൻ കാരണം ഈ സംഘർഷത്തിൽ പരിക്കേറ്റത് മുഴുവൻ പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കുമാണ് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിലെ സമരം കൊണ്ട് വെടക്കാക്കി തനിക്കാക്കുക എന്നതിന് പകരം വെടക്കാക്കി രണ്ടുപേർക്കുമാക്കുക എന്ന നയമാണ് യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും അനുവർത്തിച്ചത്. പോലീസുകാരെന്നും തല്ലെന്നും ഒക്കെ കേട്ടാൽ ഡിസ്ട്രിക്റ്റ് തന്നെ വിടുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ യുവമോർച്ചക്കാരുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടു എന്നത് വിശ്വസിക്കാൻ കഴിയാത്തതും അതുകൊണ്ടാണ്. യുവമോർച്ച ഇത്ര ഷോ കാണിക്കുന്നതിന് ഒരു കാരണമുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും വന്ന പൂനം മഹാജനായിരുന്നു യുവമോർച്ചയുടെ സമരത്തിൻ്റെ പ്രധാന അട്രാക്ഷൻ. ഉത്തരേന്ത്യയിൽ നിന്ന് നേതാക്കൾ വരുമ്പോൾ അവർക്ക് ഇത്തിരി വയലൻസ് ഒക്കെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ? സ്ഥിരം വയലൻസിൽ ജീവിക്കുന്നവരാണല്ലോ ഉത്തരേന്ത്യയിലെ നേതാക്കൾ. I want to tell my friends behind, don't fight with Congress. They're already doing honeymoon with CPM. Don't let them spoil our fight. I'm requesting all of you, don't even look at them. They're together for the president's fight. They are doing their honeymoon together. We have to fight everyone together. പൂനം മഹാജൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും പിടികിട്ടിയോ? അതായത് നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരോട് തല്ലുണ്ടാക്കാൻ പോകേണ്ട, അവർ നമ്മുടെ ശത്രു അല്ലല്ലോ, നമ്മുടെ ശത്രു CPIM ആണല്ലോ എന്ന്. അപ്പോൾ സംഗതിയൊക്കെ പിടിയിട്ട് കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. My dear friends, I am sorry sir, I took your mic. There was fight going on. I want to say only one thing, my friends. We want to tell the Chief Minister of Kerala, you kill one, we create 1,000 against it. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും സെക്രട്ടേറിയറ്റ് നാടകം കൊണ്ട് നഗരത്തിലെ ജനങ്ങളുടെ ഒരു ദിവസം പോയി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാം അലങ്കോലമാക്കി കളഞ്ഞു. ചെന്നിത്തലാജിക്ക് ഇപ്പോൾ പുതിയൊരു ബോധോദയം ഉണ്ടായിരിക്കുന്നു. ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ ശത്രുവല്ലത്രേ. അങ്ങ് കേന്ദ്രത്തിൽ ഒരുമിച്ച് നിന്ന് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താൻ ഇടതുപക്ഷത്തിൻ്റെ സഹായം വേണമത്രേ ഇപ്പോൾ ചെന്നിത്തലാജിയുടെ പാർട്ടിക്ക്. പക്ഷേ ആ വെള്ളം വാങ്ങി വെക്കാനാണ് കോടിയേരി മറുപടി പറഞ്ഞത്. ബഹുമാന്യനായ കുറിപ്പോടെ പറഞ്ഞു UDFന്റെ ജനകീയ അടിത്തറ തകർന്നുവെന്ന്. UDFന്റെ ജനകീയ അടിത്തറ കൂടുതൽ ബലപ്പെടുന്നു. ഈ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വ്യക്തമായ നിലപാടുകളോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഞാനിത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഞങ്ങൾ നിങ്ങളെ ശത്രുക്കളായി കാണുന്നില്ല, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളായി കാണുന്ന അത് അവസാനിപ്പിക്കണം. CPIയുടെ നിലപാടെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. കോൺഗ്രസുമായി ചേർന്നൊരു സഖ്യം ഉണ്ടാക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല. AK ആന്റണി ആ കാര്യത്തിൽ ഒരു പ്രകടിപ്പിക്കുന്ന അഭിപ്രായം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നൊരു സമീപനമല്ല. കേന്ദ്രത്തിൽ അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന് സഹകരിച്ചാൽ സംസ്ഥാനത്തിൻ്റെ കാര്യം എന്താകും ചെന്നിത്തലാജി? ഇവിടെ സർക്കാർ ഒരു വർഷം കൊണ്ട് ഒന്നും ശരിയാക്കിയില്ല എന്ന് പറഞ്ഞിട്ട്
ഇപ്പോൾ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന്. ഇതെന്ത് കഥ? ഇന്ന് ഈ രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതക്കെതിരെ, ഫാസിസത്തിനെതിരെ ഒറ്റക്കെട്ടായി മതേതര കക്ഷികളെ അണിനിരത്താനുള്ള കോൺഗ്രസിന്റെ വിശാലമായ സമീപനം, ആ സമീപനത്തിന് മാത്രമേ നാളെ ഈ രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്രത്തിൽ ഒന്നിച്ചിരുന്നാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് വോട്ട് ചോദിച്ച് നടക്കാൻ ചെന്നിത്തലാജി ഉണ്ടാകുമോ? ബംഗാളിലും മറ്റും ഇടതു പാർട്ടികൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ സഹായം കിട്ടിയേ പറ്റൂ എന്നാണോ? ചെന്നിത്തലാജിയെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇനി മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന്റെ ചില സങ്കടങ്ങളാണ്. മന്ത്രിയായിരുന്നപ്പോൾ തൻ്റെ വീടിന് ഗ്രേസ് എന്ന് പേരിട്ടതിന് എന്തൊക്കെ പഴിയാണ് ആ പാവം കേട്ടത്. അന്നത്തെ പ്രതിപക്ഷമായ ഇന്നത്തെ ഭരണപക്ഷം റബ്ബിനെ വർഗീയവാദിയാക്കി കളഞ്ഞു അത്രേ. പുതിയ വീട് നിർമ്മാണം പൂർത്തിയായി ഞാനതിൽ താമസിച്ചു. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ മന്ത്രിക്ക് ഇഷ്ടമുള്ള പേരിടാം എന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ നാട്ടിലെ വീടിൻ്റെ പേര് ഗ്രേസ് ആയതുകൊണ്ട് ഇവിടെയും ഞാൻ ഗ്രേസ് എന്ന് പേരിട്ടു. ഗ്രേസി എന്ന പേരിന് എന്ത് വർഗീയതയാണ് ഉള്ളത് എന്നെനിക്ക് അറിഞ്ഞൂടാ. ഇനി പേര് മാറ്റിയാൽ തന്നെ ഗ്രേസ് എന്ന പേരിൽ എവിടെയാണ് വർഗീയത ഉള്ളത്? എന്താണ് സംശയം? അതിൽ വർഗീയത വർഗീയതയില്ല. അതുപോലെ തന്നെ പച്ച ബോർഡ്, പച്ച ബ്ലൗസ്, പച്ച കോട്ട്. ഈ പച്ച എന്ന് പറഞ്ഞാൽ വർഗീയമാണോ? പച്ച എന്ന് പറഞ്ഞാൽ എവിടെയാണ് വർഗീയം? ഇത്ര നിഷ്കളങ്കനായ ഒരു മുസ്ലിം ലീഗ് നേതാവിനെ ഇങ്ങനെ ഇല്ലാവചനം പറഞ്ഞ് ദ്രോഹിച്ചതിന് ഇടതുപക്ഷക്കാർക്ക് പാപം കിട്ടും തീർച്ച. അങ്ങനെ മലയാള ഭാഷാ പഠനം സർക്കാർ നിർബന്ധമാക്കി. കഴിഞ്ഞ ദിവസം ഇതിനു വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിച്ചപ്പോൾ പലരും പലതും പറഞ്ഞു. അവയിൽ ചിലത് നമുക്ക് കേട്ടുകളയാം. മലയാളം നിർബന്ധമാക്കുമ്പോൾ പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. താൻ ഹിന്ദി പഠിച്ചതുപോലെയുള്ള അവസ്ഥയായി പോകരുതെന്നാണ് കാസർഗോഡ് MLA ആയ എന്നെ നെല്ലിക്കുന്നിന് പറയാനുള്ളത്. എനിക്കിപ്പോൾ സാമാന്യം നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാനും ഹിന്ദി എഴുതാനും അറിയാം. അതിന് കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഹിന്ദി പഠിപ്പിച്ച അധ്യാപകൻ എൻ്റെ മുഖത്തേക്ക് തന്നെ അടിയാണ് സർ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഹിന്ദി പഠിക്കാനില്ലായിരുന്നു. മഞ്ചേശ്വരത്തെ MLA ആയ റസാഖിന് മലയാള ഭാഷാ ബില്ലിൽ വലിയ ആശങ്കയുണ്ട്. തൻ്റെ നാട്ടിലെ ബ്യാരി ഭാഷയ്ക്ക് കൊലക്കയർ വീണുപോകുമോ എന്നാണ് ഒരു പേടി. മഞ്ചേശ്വരത്തിനെ സംബന്ധിച്ചിടത്തോളം 7 ഭാഷകൾ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് 8ആയി. 8ആവാനുണ്ടായ കാരണം അവിടെ മലയാളം പറയുന്നത് 7 ഭാഷയിൽ നിന്നും എടുത്തിട്ടാണ്. അതിനൊരു പുതിയ പേരിട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്തെന്ന്? ബ്യാരി ഭാഷയെന്ന്. ബ്യാരി ഭാഷയെന്ന് പുതിയ പേരിട്ട് അത് സിനിമക്കാർ ഏറ്റെടുത്ത് സിനിമ എടുത്ത് ഇപ്പം നല്ല ഇതിൽ പോവുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ പുറത്തിറങ്ങിയാൽ 7 ഭാഷ 8 ഭാഷ. ബ്യാരി ഭാഷയാണ് ഓടെ പോണ്ടേ, എന്തിനേക്ക് പണ്ട്, എന്തിനേക്ക് പോരെ, ഇങ്ങനെയുള്ള ഭാഷയാണ്. അങ്ങനെയുള്ള ഭാഷയാണ് മലയാളം. അതിനാണ് പേര് മലയാളം. തണ്ണി കുടിക്കണവരാ, നീ ഓടെ പോണ്ടാറ്, നീ കിറ്റുക എന്നല്ല ചോദിച്ചിട്ടുള്ള ഭാഷ. അപ്പൊ ആ ഭാഷ മലയാള ഭാഷയാണ്. ഈ 8 ഭാഷ കലർത്തിയിട്ടുള്ള മലയാള ഭാഷ. അതേപോലെ കന്നഡം മലയാളം നിർബന്ധമാക്കിയാൽ ഈ കന്നഡ കുട്ടികളും ഒരു ഭാഷ ഇങ്ങനെ ഉണ്ടാവും. ഈ കന്നഡ കുട്ടികളും ഇങ്ങനെ ഉണ്ടായാൽ 9 ഭാഷയായി മാറും. ഈ റസാഖിനൊരു കുഴപ്പമുണ്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും അവസാനം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതില്ലെങ്കിൽ റസാഖിന് ഒരു രസവുമില്ല. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് ഒഴിവാക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ സർ കഴിഞ്ഞ ദിവസം അവിടെ ഒരു സമരം ഉണ്ടായിരുന്നു. ഒരു സെന്റൻസ് കഴിഞ്ഞ ദിവസം ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. കന്നഡ ഭാഷ ന്യൂനപക്ഷങ്ങള് 8 ഗേറ്റിൽ കവാടങ്ങളും അവർ തടയുകയും കലക്ടറേറ്റിൽ ഒരാൾ പോലും കയറാൻ അനുവദിക്കാത്തതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് പ്രദീപ് കുമാറിനെ ആശങ്കാകുലനാക്കുന്നത്. സാർ, ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങളറിയോ, ബഹുമാനോട് ചേരറിയോ, ലോകത്തിൽ സ്വന്തം മാതൃഭാഷയിലല്ലാതെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ സ്വന്തം മാതൃഭാഷയിലല്ലാതെ പ്രൈമറി എഡ്യൂക്കേഷൻ മറ്റൊരു ഭാഷ വിദേശ ഭാഷയിൽ നടത്തുന്ന ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റുമോ? അതിവിടെ നടക്കുക. അത് ശരിക്ക് ഇതിന്റെ എല്ലാം തുടർച്ചയായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാറ്റേണ്ടതാണ്. ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയുള്ള
വിദ്യാഭ്യാസ രീതികളുണ്ടല്ലോ, അതൊക്കെ മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതിന്റെ ദോഷം എന്താണെന്ന് തെളിയിക്കണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാലേ പറ്റൂ. ഒരു ചാണക ഉദാഹരണമായാൽ ഗംഭീരമായി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം, അപ്പൊ അങ്ങയുടെ കാലിൽ ചാണകം എന്ന് പറഞ്ഞാൽ ഉടനെ ചാണകം ഉണ്ടാക്കുന്ന വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഉടനെ നിങ്ങൾ കാല് വിരിക്കും. എന്താ? പക്ഷെ നിങ്ങളുടെ കാലിൽ കൗടങ് എന്ന് പറഞ്ഞാലോ കൂളാണ്, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. കാരണം അതെനിക്ക് കൗടങ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ ചാണകം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞുകൂടാ, എന്താണ് ആ ഒരു ജുഗുപ്സാവഹമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് സ്വന്തം ചുറ്റുപാടും പ്രകൃതിയും സാമൂഹ്യ ചലനങ്ങളും ഒക്കെ മനസ്സിലാക്കി വരുന്ന കൊച്ചുകുട്ടി മാതൃഭാഷയിലൂടെ അത് മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ ഏത് ഭാഷയും പഠിക്കാം. ഇനി സ്വല്പം ഗാനമേള ആസ്വദിച്ചു കളയാം. പാട്ടുപാടുന്നത് ചില MLA മാരും മന്ത്രിമാരും. അത് കേട്ട് ആരും എഴുന്നേറ്റ് പോവുകയൊന്നും വേണ്ട, ഇത് കേട്ടിട്ട് പോയാൽ മതി. കോക്ടെയിൽ മാത്രം സഹിച്ചാൽ പോരല്ലോ. ആദ്യമായി പാട്ടുപാടാൻ എത്തുന്നത് പ്രതിപക്ഷത്തിലെ യുവസിംഹം VT ബൽറാം സാർ. जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, ബൽറാം സാറിന് ഭാവിയുണ്ട്. ഇനി സഭയിൽ ചർച്ച നടത്തുന്നതിന് പകരം ഒരു പാട്ട് പാടിയാൽ കാര്യങ്ങൾ ഉഷാറാവും. ഇനി ഭരണപക്ഷക്കാരുടെ ബോറടി മാറ്റുന്ന ഭാവഗായകൻ കടന്നപ്പള്ളി സാറിന്റെ വകയാണ് ഗാനവിരുന്ന്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, എന്തും ചൊല്ലുകില്ലേ, മാണിക്യവിനയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ. MK മുനീർ സാഹിബ് ഇല്ലാത്ത ഒരു ഗാനമേളയെക്കുറിച്ച് നിയമസഭയ്ക്ക് ചിന്തിക്കാനേ പറ്റില്ല. പ്രതിപക്ഷത്തിന്റെ ഈ ഭാവഗായകന്റെ ഗാനമാവട്ടെ ഇനി. ഇന്നത്തെ കോക്ടെയിൽ വർത്തമാനം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.